ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ വി3 ബ്ലോഗ്സ്. അപ്പോൾ നിങ്ങളൊക്കെ ചക്ക കഴിച്ചോ? ഞാൻ ആദ്യമായിട്ട് ഈ വർഷം ചക്ക കഴിക്കാൻ പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഫാമിൽ നിന്ന് എൻ്റെ ബ്രദർ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സെപ്റ്റോയിൽ ചക്ക ഓർഡർ ചെയ്ത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ആ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചക്ക കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലൊക്കെ ഇരുന്ന സമയത്ത് ബ്രദർ എന്തായാലും ഫാമിലി പോയിട്ട് 2 ചക്ക കൊണ്ടുവന്നു. നോർമലി ഞങ്ങളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ, അപ്പം നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചക്ക കിട്ടത്തില്ല ഇവിടെ. ഇനി കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ നല്ല ഒരു എക്സ്പെൻസീവാണ് ചക്ക. ഒരു ചക്കയ്ക്കൊക്കെ 150 രൂപയൊക്കെ മേടിക്കുന്ന ഒരു ഇതാണ്. അതുമാത്രമല്ല ഇപ്പോൾ സീസൺ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പം വരുന്നതേ ഉള്ളൂ ചക്കയൊക്കെ. ഒന്നും അത്രയ്ക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. എന്തായാലും 2 ചക്ക കൊണ്ടുവന്നു. അരിഞ്ഞു വന്നപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് വന്നത്. അതിലേക്ക് ഞാനൊരു ഇത്തിരി ഉപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്ത് ചക്ക ഒന്ന് വേവിച്ചെടുത്തു. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ചക്ക വേവിച്ചെടുക്കുന്നതിൽ. എക്സ്പേർട്ടല്ല എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് ചക്ക നമ്മൾ ആക്കിയിട്ടില്ല. കാരണം ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ബാംഗ്ലൂരാണ്. അപ്പം അതിൻ്റേതായ നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ട് പിന്നെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പൊതുവേ വേവിക്കാൻ നിൽക്കില്ല. അവിടുന്ന് ഇപ്പം ചിറ്റമാരുണ്ട്, വല്യമ്മയുണ്ട്, ആൻറ്റിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരാക്കി തരുന്നത് കൊണ്ട് അത്ര വേവിച്ചിട്ടില്ല. എന്നാലും ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ. ഉണ്ടാക്കാൻ അറിയില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് വേവിച്ച് വന്നപ്പോഴത്തേനും ഇത്തിരി വേവ് കുറഞ്ഞു പോയി. പിന്നെ ഞങ്ങളത് ഓൾട്ടർ ചെയ്തെടുത്തപ്പോൾ നന്നായിട്ട് വന്നു. പക്ഷേ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന പിക്ചറിൽ കാണുന്നത് ഓൾട്ടർ ചെയ്യുന്നതിന് മുമ്പുള്ള ചക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് വേവ് കുറവല്ലേന്ന്. ശരിക്കും വേവ് കുറവായിരുന്നു. പിന്നെ ഓൾട്ടർ ചെയ്ത് നല്ല ഇതാക്കിയെടുത്ത് പന്നിക്കറിയും കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പം ചക്ക സീസൺ ഇതായിരുന്നു. തുടക്കം ഇങ്ങനെയായി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.